السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ ആയത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഈ ആയത്തിൻ്റെ അർത്ഥവും അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് സത്യവിശ്വാസികളുടെ മുമ്പിൽ എത്രമാത്രം മഹത്വമാണ് ഉള്ളതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ ആയത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കിയ കാര്യങ്ങൾക്ക് തഫ്സീർ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പൂർവികരായ അഹ്ലുസുന്നത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ വിവരം മനസ്സിലാക്കിയ അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന വ്യക്തി, അദ്ദേഹം യഹൂദികൾക്കിടയിൽ വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്ന വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടിയതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച മഹാനായ ഒരു സ്വഹാബി കൂടിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ വിവരം അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനായി പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകന്മാർക്ക് മാത്രം മറുപടി പറയാൻ കഴിയുന്ന ഏതാനും കാര്യങ്ങൾ ഈ കടന്നു വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് നൽകുകയും എന്നിട്ട് ഈ വിവരങ്ങൾ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ വഹിയായി അറിയിച്ചു തന്ന കാര്യങ്ങളാണ് എന്ന് ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എനിക്ക് വിവരം എത്തിച്ചു തന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, ജിബ്രീലാണോ താങ്കൾക്ക് ഈ വിവരം എത്തിച്ചു തന്നത്? അദ്ദേഹം യഹൂദികളുടെ ശത്രുവാണ് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തുകൾ അദ്ദേഹത്തിന് ഓതി കേൾപ്പിക്കുകയാണ്. ഖുൽ മൻ കാന അദുവ്വൻ ലി ജിബ്രീൽ, പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണ് എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, എന്നാൽ അദ്ദേഹമാണ് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായിക്കൊണ്ടും. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീൽ വമീകാൽ, ഇനി ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണ് എങ്കിൽ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത്ത്, നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല. ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓതിക്കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികൾക്കിടയിലെ വലിയ പണ്ഡിത നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ഓതിക്കേൾപ്പിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് എന്താ? മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികൾ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അത് ജിബ്രീൽ അലൈഹിസ്സലാമിയാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ ശത്രുവാണ് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഖുർആൻ
അത് അവിശ്വസിക്കുവാൻ ഇതൊരു കാരണമായി യഹൂദികൾ ഉയർത്തിക്കാട്ടുകയാണ്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണ് എങ്കിൽ അവർ ശരിക്കും മനസ്സിലാക്കിക്കോ, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, അദ്ദേഹമാണ് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ശത്രുത വെച്ച് പുലർത്തുകയാണ് എങ്കിൽ അവർ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുൽ ഖുദ്സ് എന്ന് വിശേഷിപ്പിച്ച വിശ്വസ്തനായ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വഹിക്കുന്ന പരിശുദ്ധനായ ഒരു ദൂതനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെയുള്ള ഈ ജിബ്രീൽ അലൈഹിസ്സലാമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മലക്കിനെ ശത്രുവായി കാണുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട എല്ലാ മലക്കുകളെയും ശത്രുവായി കാണുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ പണ്ഡിതന്മാര് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഏതുപോലെ ഒരാൾ ഏതെങ്കിലും ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരെയും വിശ്വസിക്കൽ ആ വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ്. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകനെ അവിശ്വസിക്കുകയാണ് എങ്കിൽ അയാൾ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ്. ഈ ഒരു തത്വം സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിൽ അറിയപ്പെട്ട ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ്. ഇതേ വിശ്വാസമാണ് മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. ഏതെങ്കിലും ഒരു മലക്കിനോട് അവിശ്വാസം വെച്ച് പുലർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളത്, അത് ഒരു നിലക്കും സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ ഗൗരവം നിറഞ്ഞ ഒരു തിന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 150, 151 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ ദൂതന്മാർക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എങ്ങനെ? വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കും ചിലരെ ഞങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല, അങ്ങനെ അതിനിടയിൽ, അതായത് ആ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാരാണോ, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ സത്യനിഷേധികളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അവിശ്വാസികളാണ്, സത്യനിഷേധികളാണ് എന്ന് പറയാൻ കാരണം, ഈ ആളുകൾ അവർ ചില പ്രവാചകന്മാരെ വിശ്വസിക്കുകയും ചില പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരെയും വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ മേൽ ബാധ്യതയായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസവും ഈ രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു മലക്കിൽ അവിശ്വസിക്കുകയോ ശത്രുത വെച്ച് പുലർത്തുകയോ ചെയ്യുന്നത് അത് മുഴുവൻ മലക്കുകളെയും അവിശ്വസിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ മുഴുവൻ മലക്കുകളോടും ശത്രുത വെച്ച് പുലർത്തുന്നതിന് തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഹയ്യുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല എന്നാണ് സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന കാര്യമായിട്ടാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് വന്നിട്ടുള്ളത്. താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇറങ്ങി വരുന്നത് എന്ന ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വഹിയുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമയോടാണ് യഹൂദികൾ ശത്രുത വെച്ച് പുലർത്തുന്നത്. എത്ര ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമാണ് ഈ യഹൂദികൾ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ തആല ഖാല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, മൻ ആദാലി വലിയ, ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഖദ് ബാറസനി ബിൽ ഹർബ്, എങ്കിൽ ഞാനുമായി അവൻ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് എന്ന്. എങ്ങനെ? എങ്കിൽ ഞാനുമായി, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി അവൻ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് എന്ന്. അള്ളാഹുവിന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവുമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലുമായി ശത്രുത വെച്ച് പുലർത്തുന്ന യഹൂദികളോട് കോപിക്കുവാൻ കാരണമെന്ന് പണ്ഡിതന്മാര് ഇവിടെ വിശദീകരിക്കുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണ് എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, എന്നാൽ അദ്ദേഹമാണ് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായിക്കൊണ്ടും ഇത് അവതരിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 97-ാമത്തെ ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.